ഇറാനുമായി വ്യാപാരത്തിലേർപ്പെട്ട ഇന്ത്യൻ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ വൻതോതിൽ വാങ്ങുകയും വിൽപ്പന നടത്തുകയും ചെയ്തതിനാണ് ഈ ഉപരോധം അമേരിക്ക ചെയ്തിരിക്കുന്നത്. മധു കൊട്ടാരക്കര വീണ്ടും ചേരുന്നു അമേരിക്കയിൽ നിന്ന്. മധു, ഈ ട്രംപ് സാറിനെ കൊണ്ട് നമ്മൾ തോറ്റു കേട്ടാ. ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇറാനെതിരെ വളരെ ശക്തമായ ഉപരോധമാണ് അമേരിക്ക ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇറാനുമായിട്ടുള്ള എണ്ണ വ്യാപാരത്തിന്റെ പേരിൽ US ഉപരോധം ഇന്ത്യൻ കമ്പനികളെയും ബാധിച്ചു എന്നുള്ള വാർത്തയാണ് അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിക്കുന്നത്. ഉപരോധിക്കപ്പെട്ട ഇന്ത്യൻ കമ്പനികളിൽ രാജ്യത്തെ പ്രമുഖ പെട്രോ കെമിക്കൽ കമ്പനികളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ലോകത്തെമ്പാടുമായിട്ട് ഏതാണ്ട് 20 ഇത് സമാന രീതിയിലുള്ള കമ്പനികളാണ് ഇപ്പോൾ ഈ ഉപരോധത്തിന്റെ ഭാഗമായിട്ട് നടപടി നേരിടുന്നത്. ഇറാനിയൻ പെട്രോളിയം കെമിക്കൽസ് അതുപോലെ ഇവരുമായിട്ടൊക്കെ വ്യാപാരം നടത്തിയതായിട്ട് ആരോപിക്കപ്പെടുന്ന കുറഞ്ഞ ഒരു 1/2 ഡസനോളം ഇന്ത്യൻ കമ്പനികൾക്കെതിരെ അമേരിക്ക ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ സ്ഥാപനങ്ങൾ അറിഞ്ഞുകൊണ്ട് ചില സുപ്രധാന ഇടപാടുകൾ ഈ ഇറാനിയൻ കമ്പനികളുമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇറാന് എതിരെ ഉള്ള അമേരിക്കൻ ഉപരോധങ്ങളൊക്കെ ലംഘിച്ചു എന്ന് ആരോപിച്ച് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഈ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2024 മുതൽ ജനുവരി മുതൽ ഡിസംബർ വരെ ഏതാണ്ട് $84 മില്യൺ ഡോളറിലധികം വിലമതിക്കുന്ന ഇറാനിയൻ പെട്രോൾ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്തതായിട്ട് ആരോപിക്കപ്പെടുന്ന ആൽകെമിക്കൽ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇത്തരത്തിൽ ഏറ്റവും വലിയ ആരോപണം നേരിടുന്ന ഇന്ത്യൻ കമ്പനി. ഇത് കൂടാതെ ഗ്ലോബൽ ഇൻഡസ്ട്രീസ് കെമിക്കൽസ് ലിമിറ്റഡ്, ജൂപ്പിറ്റർ ഡൈക്കം പ്രൈവറ്റ് തുടങ്ങിയ പ്രമുഖ കമ്പനികളെല്ലാം ഉപരോധം നേരിടുന്നുണ്ട്. ഈ കമ്പനികളുടെ അമേരിക്കയിലുള്ള അവരുടെ ആസ്തികൾ മരവിപ്പിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ കമ്പനികളിൽ ഏതെങ്കിലും അമേരിക്കൻ പൗരന്മാർ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആസ്തികളും ഇപ്പോൾ മരവിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ അമേരിക്കൻ പൗരന്മാരും അതുപോലെ അമേരിക്കൻ കമ്പനികളും ഇപ്പോൾ ഈ ഉപരോധിക്കപ്പെട്ട ഈ 20 കമ്പനികൾ, ഇന്ത്യൻ കമ്പനികൾ ഉൾപ്പെടെയുള്ള ഈ കമ്പനികളുമായിട്ട് ബിസിനസ് നടത്തുന്നതും US വിലക്കിയിരിക്കുകയാണ്. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.